Today we'll be discussing about alkali metals. നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് തുടങ്ങാണ്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എസും പി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽക്കലി മെറ്റൽസിനെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. നിങ്ങൾ +2 മുതലേ പഠിക്കാൻ തുടങ്ങിയ ഒരു സാധനം തന്നെയാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. പിന്നെ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ പീരിയോഡിസിറ്റിയും അതിന്റെ വേരിയേഷൻ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ട്രെൻഡ്സ് ആണ് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ലെസർ ദാൻ അങ്ങനെ കുറച്ച് എലമെന്റ്സ് തരും, അതിന്റെ ട്രെൻഡ്സ് ചോദിക്കുകയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പൊ ആൽക്കലി മെറ്റൽ കാർബണേറ്റ്സ്, ആൽക്കലി മെറ്റൽ പെറോക്സൈഡ്സ്, അതിന്റെ ഹൈഡ്രേഷൻ എങ്ങനെയാ, അതിന്റെ അയോണിക് കണ്ടക്ടൻസ് എങ്ങനെയാ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആൽക്കലി മെറ്റൽസിനെ കുറിച്ചായിരിക്കും ഡീൽ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തന്നെ ആൽക്കലി മെറ്റൽസിലേക്ക് പോകും. ഇപ്പൊ ആൽക്കലി മെറ്റൽസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കിലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഈ 6 എലമെന്റ്സ് ആണ് ഈ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അത് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? S1 കോൺഫിഗറേഷൻ ആണ് വരിക. അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കോമൺ ആണ്. അപ്പൊ എന്താണ് ഈ ഒരു ഓർഡർ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നുള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. ഞാൻ പഠിച്ചു വെച്ചിരുന്നത് ഒരു എന്താണ് ഒരു ഇത് വെച്ചിട്ടാണ്, ഒരു കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. ലീന കുട്ടി റബ് സർഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് വെച്ചിട്ടാണ്. ലീ ഫോർ ലിഥിയം, ന സോഡിയം, കുട്ടിയിലെ K ഫോർ പൊട്ടാസ്യം, ദെൻ റബ് സർഫ് എന്ന് പറയുന്നത് റബ് RB ഫോർ റുബീഡിയം, സീഷ്യം CS ആൻഡ് സർഫ് F ഫോർ ഫ്രാൻസിയം. ഇത് ഞാൻ പഠിച്ചു വെച്ച കോഡാണ്. അതുപോലെ നിങ്ങളും കോഡുകൾ പഠിച്ചു വെക്കുക, എന്നാലേ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കണമെങ്കിൽ ജസ്റ്റ് മാജിക് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ 3+8 11+8 19 അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ജസ്റ്റ് എലമെന്റ്സിന്റെ ഓർഡറും അറ്റോമിക് നമ്പറും കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പൊ ഓർഡറുകൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഇത് പഠിച്ചില്ലാത്തത് കൊണ്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഐഡിയ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്കറിയാം ദിസ് ഇസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ. കാരണം എന്താ, ഇതിന് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ S ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എലിമെന്റ് എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഇഫ് ഇറ്റ് അറ്റൈൻസ് എ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, ആ ഒരു സമയത്താണ് ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പൊ അവർ എന്തിനു ശ്രമിക്കും? ഈ S1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആൾക്കാരൊക്കെ ഒരു ഇലക്ട്രോണ് ലൂസ് ചെയ്തിട്ട് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇനി 1 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഈ യൂണി പോസിറ്റീവ് അയോൺസ്, നമുക്ക് Li ഒരു ഇലക്ട്രോൺ പോയാൽ എന്താവും? Li പ്ലസ് ആവും. Na ഒരു ഇലക്ട്രോൺ പോയാൽ എന്താവും? Na പ്ലസ് ആവും. K ഒരു ഇലക്ട്രോൺ പോയാൽ എന്താവും? K പ്ലസ് ആവും. അപ്പൊ അതുപോലെ ഫോം ചെയ്ത് ഈ യൂണി പോസിറ്റീവ് അയോൺസ്, നമ്മൾ ഓൾറെഡി ഈ സൈസിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. സൈസ് എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും. എന്തുകൊണ്ടാണ് സ്മോളർ ആവാൻ കാരണം? ഈ യൂണി പോസിറ്റീവ് അയോൺസ് പാരന്റ് അയോണിനെക്കാട്ടും സ്മോളർ ആവാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഫെജാൻസ് റൂള് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫെജാൻസ് റൂൾ, അക്കോർഡിംഗ് ടു ഫെജാൻസ് റൂൾ എന്താണ്? പോസിറ്റീവ് അയോൺസ് ആർ സ്മോളർ ദാൻ പാരന്റ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ ലാർജർ ഓർ ബിഗർ ദാൻ പാരന്റ് അയോൺ. അങ്ങനെയാണ് നമ്മൾ ഫെജാൻസ് റൂൾ പഠിച്ചത്. എന്താ വെച്ചാൽ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് നഷ്ടപ്പെടുമ്പം പോസിറ്റീവ് ചാർജ് കൂടുതലും ന്യൂക്ലിയസിനോട് അടുത്താവും, അല്ലെങ്കിൽ
ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് കുറയുമ്പോൾ എന്താവും? അയണിക് റേഡിയായി ഒബ്വിയസ്ലി കുറയും. അതുകൊണ്ടാണ് അവിടെ എന്താണ് unipositive ions are smaller than parent ion എന്ന് പറയാൻ കാരണം. ഇത് ഫെജാൻസ് റൂളിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ഈ അറ്റോമിക് റേഡിയൈന്റെ ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ. ഡൗൺ ദി ഗ്രൂപ്പ് എന്താണ്? ഡൗൺ ദി ഗ്രൂപ്പ് size of the atom increases or size of the element increases or atomic radii increases എന്ന് പറയാൻ പറ്റും. Why? Because number of shells increases, atomic radii increases. അതേപോലെ തന്നെയാണ് അയോണിക് റേഡിയൈന്റെ കേസിലും. അയോണിക് റേഡിയൈന്റെ കേസിലും എന്താണ്? ഡൗൺ ദി ഗ്രൂപ്പ് അയോണിക് റേഡിയൈ ഇൻക്രീസസ് ആണ്. ഓക്കെ, അത് ഞാൻ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയാത്തത്. ഇനി നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ലിഥിയം നമുക്കറിയാം സ്മോളർ അയോൺ ആണ്. യൂണിപോസിറ്റീവ് ആവുന്നതോടുകൂടി സ്മോളർ ആവും, അല്ലെങ്കിലും ഓൾറെഡി ലിഥിയം സ്മോളർ ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ഇറ്റ്സ് very small atomic radii, lithium is miscible only with sodium. സോഡിയത്തിന്റെ അപ്പുറം മാത്രമാണ് അത് മിസിബിൾ ആയിട്ടുള്ളത്, അതും at 380 degrees Celsius. And is immiscible with all other alkali metals. ഈ ലിഥിയം ഏത് എലമെന്റിന്റെ കൂടെ മാത്രമാണ് മിസിബിൾ ആവുന്നത്? സോഡിയത്തിന്റെ കൂടെ മാത്രമാണ് ലിഥിയം എലമെന്റ് മിസിബിൾ ആവുന്നത്. വൈ? ബിക്കോസ് ഓഫ് ഇറ്റ് സ്മോളർ അറ്റോമിക് റേഡിയൈ. ഇനിയിപ്പം ലിഥിയം സോഡിയത്തിന്റെ കൂടെ ആവുന്നത് പോലെ പൊട്ടാസ്യത്തിന്റെ കൂടെ മിസിബിൾ അല്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആൽക്കലി മെറ്റൽസിന്റെ കൂടെയും ഇത് മിസിബിൾ അല്ല. പക്ഷെ ബാക്കി ആൽക്കലി മെറ്റൽസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ പൊട്ടാസ്യവും സോഡിയവും മിക്സ് ആവും, പൊട്ടാസ്യം റുബീഡിയം മിക്സ് ആവും, അവർ മിസിബിൾ ആണ്. ഈ ഒരു പോയിന്റ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ JRFന്റെ എക്സാം, CSIR നെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? Which of the following are miscible, or which of the following pairs are miscible? Lithium, sodium, first option. Second option, rubidium and cesium. Third option, sodium and potassium. Fourth option is lithium and potassium. Okay, അപ്പൊ അതിന് നമ്മൾ എങ്ങനെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് മിസിബിൾ? അപ്പൊ നമുക്ക് എന്താ അറിയണം? ലിഥിയം സോഡിയം മിസിബിൾ ആണ്, ലിഥിയം പൊട്ടാസ്യം മിസിബിൾ അല്ല. അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി അടുത്തത് പറഞ്ഞാല് ഞാൻ ജസ്റ്റ് ട്രെൻഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. മെറ്റാലിക് റേഡിയസ് നിങ്ങൾക്ക് അറിയാം, ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് ആണ്. അയണിക് റേഡിയയും അതുപോലെ തന്നെയാണ്. പിന്നെ അയണൈസേഷൻ എനർജി ഡൗൺ ദി ഗ്രൂപ്പ് എന്താണ്? ഡിക്രീസസ് ആണ്. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? അവിടെ സൈസ് കൂടുകയാണ്, സെഡ് എഫക്റ്റീവ് കൂടുകയാണ്, അപ്പം സെഡ് എഫക്റ്റീവ് കുറയാണ്, അപ്പൊ അയണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുക. പക്ഷെ പിരീഡിന്റെ കേസിൽ എന്തായിരുന്നു? പിരീഡിന്റെ കേസിൽ സൈസ് കുറയുകയാണ്, സെഡ് എഫക്റ്റീവ് കൂടുകയാണ്, അപ്പൊ അയണൈസേഷൻ എനർജി കൂടുകയാണ്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ലൂസ്ലി ബൗണ്ട് ആണ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇസ് വെരി ലൂസ്ലി ബൗണ്ട്. അപ്പൊ അവർക്ക് എപ്പോഴും എന്താണ്? പോകാനാണ് താല്പര്യം, ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഇവിടെ അയണൈസേഷൻ എനർജി കുറയാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ഇത് അറ്റോമിക് റേഡിയൈന്റെ ഒരു ഗ്രാഫാണ്. ഗ്രാഫിക്കലായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. പിന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിക്രീസിങ്. വൈ? ബിക്കോസ് സൈസ് ഇൻക്രീസസ്, സെഡ് എഫക്റ്റീവ് ഡിക്രീസസ്. ഓക്കെ, ഇനിയിപ്പോ സെക്കൻഡ് അയണൈസേഷൻ എനർജി നോക്കാം. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ പോവുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കലി മെറ്റൽസ് നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ദേ അറ്റൈൻ എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, അല്ലെ? ആ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഓൾറെഡി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി അവർ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തു. ഇനി അപ്പോ ഒരു ഇലക്ട്രോണിനും കൂടെ പോവാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവോ? അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ ഇനിയും ആ ആൽക്കലി മെറ്റലിന് താല്പര്യം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പം സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്തായിരിക്കും? വെരി large ആയിരിക്കും. അല്ലെങ്കിൽ whatever we get in first ionization energy, when we compare it with first ionization energy, second ionization energy is going to be very larger. എന്താണ് കാരണം? കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം സെക്കൻഡ് ഇലക്ട്രോൺ അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം ദി നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ.
അപ്പം ഇറ്റ് ഈസ് വെരി റിലക്റ്റന്റ് ടു ഗോ ഔട്ട് ഓഫ് ദി നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അത് എപ്പോഴും എന്തിനാ ശ്രമിക്കുന്നത്? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറ്റൈൻ ചെയ്തിട്ട് ഒരു ഇലക്ട്രോണും കൂടെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹാർഡ് അല്ലെ? അപ്പൊ കുറെ എനർജി വേണ്ടി വരും സെക്കൻഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അതുകൊണ്ടാണ് സെക്കൻഡ് അയോണൈസേഷൻ എനർജി ഇസ് ലാർജർ ദാൻ ഫസ്റ്റ്. ഞാനിങ്ങനെ കഥ പോലെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അങ്ങനെ കത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് എന്തുണ്ടാവും, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ കാണുന്നത് കൊണ്ടാണ്. സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫൺ ബൈ എ ഫാക്ടർ ഓഫ് 2 ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് റിമൂവിങ് ആൻ ഇലക്ട്രോൺ ഫ്രം സ്മോളർ യൂണിപോസിറ്റീവ് അയോൺ. ഓൾറെഡി സെഡ് എഫക്റ്റീവ് കൂടുതലായിരിക്കും, പിന്നെ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ടൊക്കെയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി കൂടാനുള്ള കാരണം. ഇനി അടുത്തത് നോക്കാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആൻഡ് ബോണ്ട് ടൈപ്സ്. നമുക്കറിയാം ലിത്തിയം എന്താണ്? ലിത്തിയം ഇസ് ഹാവിംഗ് വെരി സ്മോൾ നെഗറ്റിവിറ്റി വാല്യൂ. ലിത്തിയം എന്നല്ല, ആൽക്കലി മെറ്റൽസ് പൊതുവേ ഉള്ള ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആൻഡ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ്. അപ്പൊ അതിന്റെ നെഗറ്റിവിറ്റി വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പൊ അത് ഇനിയിപ്പം ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് കമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ ആൽക്കലി മെറ്റൽസ് ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഫോം കമ്പൗണ്ട്സ് വിത്ത് അതർ എലമെന്റ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ആൽക്കലി മെറ്റൽസ് ഫിക്സ്ഡ് ആണ്, അതർ എലമെന്റ്സ് ആണ് ചേഞ്ചിങ്. ഇവിടെ നമുക്ക് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ഉണ്ടാവുമ്പോൾ ഏത് എലമെന്റ്സിന്റെ കൂടെ അവര് ബോണ്ട് ഉണ്ടാക്കിയാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. അപ്പൊ ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ആ കമ്പൗണ്ടിന് പറയാം? അയോണിക് കമ്പൗണ്ട്സ് എന്നാണ് പറയാം. കോവാലന്റ് കമ്പൗണ്ട്സിന് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വിൽ ബി വെരി സ്മോൾ ഓർ നെഗ്ലിജിബിൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? ദി കമ്പൗണ്ട് ഇസ് going to be covalent in nature. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? Electronegativity difference will be very large for alkali metal compounds, and so the compound it forms mostly ionic compounds. അങ്ങനെ നമുക്ക് പറയാം. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഓഫ് 2.1. ഞാൻ ഓൾറെഡി സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഏകദേശം ഒരു 1.7, 1.8, 1.9 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 50% അയോണിക്. അപ്പോ ഇവിടെ ഞാൻ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ ആ ഒരു ഓർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ ലിത്തിയം ഇസ് ഹാവിംഗ് greater electronegativity, then down the group it decreases. Potassium and rubidium is having same electronegativity. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഇവരെപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടാവുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, എക്സെപ്ഷൻസ് ആണ് അവർ ചോദിക്കാൻ പോകുന്നത്. കോമൺ ആയിട്ടുള്ള ട്രെൻഡ് ഒന്നും അവർ ചോദിക്കൂല. ആരാണെങ്കിലും ഏതൊരു എക്സാമിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ട്രെൻഡുകൾ പൊതുവെ ചോദിക്കുന്നത് കുറവാണ്. എക്സെപ്ഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റിയും ബോണ്ട് ടൈപ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് മെറ്റൽസ്, ഹാർഡ്നെസ് ആൻഡ് കോഹസീവ് എനർജി. അപ്പോ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ഒക്കെ പൊതുവെ എന്താണ് ലാറ്റിസ് ഫോം ചെയ്യുന്ന സമയത്ത് BCC ലാറ്റിസ് ആണ് ഫോം ചെയ്യുക. BCC എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. ഓക്കെ, നമ്മൾ എന്താണ് സോളിഡ് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോളിഡ് സ്റ്റേറ്റിൽ HCP, CCP, FCC അങ്ങനത്തെ കുറെ ലാറ്റിസ് സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ആൽക്കലി മെറ്റൽ കമ്പൗണ്ട്സ് പൊതുവെ ഫോം ചെയ്യുന്നത് എന്താണ്? BCC ലാറ്റിസ് ആണ്. പക്ഷേ ലിത്തിയം LIN അല്ല കേട്ടോ, LIN അല്ല, ലിത്തിയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അയച്ചത്. അപ്പൊ നോർമലി ഇറ്റ് ഫോംസ് BCC. എല്ലാ ആൽക്കലി മെറ്റൽസും BCC വിത്ത് കോർഡിനേഷൻ നമ്പർ ഓഫ് 8. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബൈഹാർട്ട് സ്റ്റഡി പോലെ തന്നെ ആയിരിക്കും, ബൈഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കാം. പക്ഷെ ലോ ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ ലിത്തിയം അഡോപ്റ്റ്സ്
HCP, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ. HCP അഡോപ്റ്റ് ചെയ്യും. നമുക്കറിയാം ഈ ആൽക്കലി മെറ്റൽസിലെ ഏറ്റവും കൂടുതൽ അനോമലസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് കാണിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ത്? ലിഥിയം. ലിഥിയം ഇസ് ഓൾവേസ് ഹാവിങ് എക്സെപ്ഷൻസ്. അത് ഇനി നമ്മൾ പറയും. ലാസ്റ്റ് സ്ലൈഡിലേക്കൊക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ലിഥിയത്തിനെ കുറിച്ച്. അപ്പൊ ഇവിടെ തന്നെ ഓൾറെഡി നമ്മൾ പറയാണ് സ്ട്രക്ചർ എന്താണ്? HCP വിത്ത് കോർഡിനേഷൻ നമ്പർ 12. ബാക്കി എല്ലാവരും BCC വിത്ത് കോർഡിനേഷൻ നമ്പർ 8 ആണ്. പിന്നെ ആൽക്കലി മെറ്റൽസ് ഒക്കെ എന്താണ്? വെരി സോഫ്റ്റ് ആണ്, സോഫ്റ്റ് ഇൻ നേച്ചർ. ദെൻ ഇറ്റ് ക്യാൻ ബി കട്ട് വിത്ത് നൈഫ്. സോഡിയം ഒക്കെ നമ്മൾ എന്തിനോടെ കട്ട് ചെയ്യുക? ലാബിലൊക്കെ സോഡിയം എന്തിനോടെ കട്ട് ചെയ്യുക? നൈഫിനോടാണ് കട്ട് ചെയ്യുക അല്ലെ? അപ്പൊ വി ക്യാൻ സേ ഓൾ ആൽക്കലി മെറ്റൽസ് ആർ വെരി സോഫ്റ്റ്. But lithium is harder than any other alkali metal, but softer than lead. നമുക്കറിയാം ലെഡ് കുറച്ച് എന്താണ്? ഹാർഡ് ആണ്. ലെഡിനെക്കാട്ടും സോഫ്റ്റ് ആണ് ലിഥിയം. പക്ഷേ ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം എന്താണ്? ഹാർഡർ ആണ്. ഇറ്റ് ഇസ് എൻ അനോമലസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രക്ചറും കാര്യങ്ങളും ഹാർഡ്നെസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കൊഹീസീവ് എനർജി. കൊഹീസീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ദി എനർജി ഫോർ ഹോൾഡിംഗ് ദി ആറ്റംസ് ടുഗെദർ ഇൻ ദി സോളിഡ്. അതാണ് കൊഹീസീവ് എനർജി. നമ്മളൊരു സോളിഡില് ആറ്റംസ് തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള എനർജിയാണ് എന്ത്? കൊഹീസീവ് എനർജി. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഈ കൊഹീസീവ് എനർജിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹാർഡ്നെസ്സും ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കൊഹീസീവ് എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. ആൽക്കലി മെറ്റൽസിന് കൊഹീസീവ് എനർജി കുറവായിരിക്കും. അതുകൊണ്ടാണ് സോഫ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് എന്ത്? only one valence electron take part in bonding. ഓക്കെ, ഒരു ഇലക്ട്രോൺ മാത്രമാണ് ബോണ്ടിങ്ങിന് സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൾ ഡ്യൂ ടു ലോ കൊഹീസീവ് എനർജി ഓഫ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കും. അപ്പൊ കൂടുതലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊഹീസീവ് എനർജി കുറവായതുകൊണ്ട് തന്നെ ലാറ്റിസിൽ എന്താണ്? ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആറ്റംസ് തമ്മിൽ എന്താ കുറച്ച് ഡിസ്റ്റന്റ് ആണ്. അപ്പൊ വി ക്യാൻ സേ ഇറ്റ് വിൽ ബി ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻ ജനറൽ. ഓക്കെ, ഇതിന്റെ ട്രെൻഡ് ആണ്. ഇത് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിഥിയത്തിൽ നിന്ന് സീഷ്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെൽറ്റിംഗ് പോയിന്റ് കുറയാണ് ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റിന്റെ കേസിലാണെങ്കിലും ബോയിലിംഗ് പോയിന്റും കുറയാണ്. പക്ഷെ ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ലിഥിയം സോഡിയം ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ലിഥിയത്തിന് 181 ഉണ്ട്. പക്ഷെ സോഡിയം വരുമ്പോൾ അത് 98 ഉള്ളൂ. പിന്നെ പൊട്ടാസ്യത്തിന് അത്ര ഡിഫറൻസ് ഉണ്ടോ? പൊട്ടാസ്യത്തിന് ഡിഫറൻസ് ഇല്ല. റുബീഡിയത്തിന് ഡിഫറൻസ് ഇല്ല. സീഷ്യവും റുബീഡിയം തമ്മിലും ഡിഫറൻസ് ഇല്ല. പക്ഷെ ലിഥിയം സോഡിയം നോക്കുകയാണെങ്കിൽ ഒരു 90 ഓൾമോസ്റ്റ് 90 ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ വി ക്യാൻ സേ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലിഥിയം ഇസ് നിയർലി ട്വൈസ് ദാറ്റ് ഓഫ് സോഡിയം. അതെന്താണ്? ഒരു അനോമലസ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടി ആണ് അത്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ദെൻ മൂവിങ് ഓൺ ടു ലാറ്റിസ് എനർജി. അപ്പൊ ലാറ്റിസ് എനർജി എന്താണ്? ലാറ്റിസ് എനർജി ഇസ് ദി എനർജി റിലീസ്ഡ് വെൻ 1 mole ഓഫ് കമ്പൗണ്ട് ഇസ് ഐദർ ബ്രേക്കൺ ഓർ ഫോംഡ്. ഒരു മോൾ എന്താണ്? കമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കമ്പൗണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ, ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി. അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാറ്റിസ് എനർജി വളരെ കൂടുതലാണ് ഈ ആൽക്കലി മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇറ്റ് ഇൻക്രീസസ് ഫ്രം യൂണിവാലന്റ് കമ്പൗണ്ട്സ് ടു ബൈവാലന്റ് കമ്പൗണ്ട്. യൂണിവാലന്റ് കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ LiF ലിഥിയം ഫ്ലൂറൈഡ്, അതേപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, അതൊക്കെ യൂണിവാലന്റ് ആണ്. പക്ഷെ ഇനിയിപ്പോ ബൈവാലന്റ് കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ LiF2 അല്ലെങ്കിൽ NaF2, NaCl2, അതൊക്കെ എന്താണ്? ബൈവാലന്റ് കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലാറ്റിസ് എനർജി പറഞ്ഞ സമയത്ത് നമുക്കറിയാം ഹെസ്സസ് ലോ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹെസ്സസ് ലോ എന്ന് പറഞ്ഞാല് ലാറ്റിസ് എനർജി കാണാനുള്ള ഒരു കോംപ്ലക്സ് പാത്ത് ആണ് ഇത് ഹെസ്സസ് ലോ. അപ്പം സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ അതാണ് ഇത് ലാറ്റിസ് എനർജി. ഇത് ഫോം ചെയ്യണമെങ്കിൽ വി നോ ഇറ്റ് ഷുഡ് അണ്ടർഗോ വേരിയസ് സ്റ്റെപ്സ്. സോഡിയം നമുക്ക് സോളിഡ് ആയിട്ടാണ് കിട്ടുക. അത് ഗ്യാസ് ആക്കണം.
ആ ഗ്യാസിന് പിന്നെ അയണൈസേഷൻ എനർജി കൊടുത്തിട്ട് അത് സോഡിയം പോസിറ്റീവ് ആക്കണം. പിന്നെ എന്താണ്, അങ്ങനെ പല പല സ്റ്റെപ്സുകൾ ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് സോഡിയം, ഗേഷ്യസ് സോഡിയം അയോണും ഗേഷ്യസ് ക്ലോറൈഡ് അയോണും ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്, ഒരു NaCl എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അതാണ് എന്ത്, ലാറ്റിസ് എനർജി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഹെസസ് ലോന്റെ ഇത് നോക്കുക. ഇത് ഓൾറെഡി പീരിയോഡിക് ടേബിളിൽ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. ഇനി വി ആർ മൂവിങ് ഓൺ ടു ഹാലൈഡ്സ്. ഹാലൈഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആൽക്കലി മെറ്റൽ ഫോംസ് MCl or M plus or MCl type of halides. MCl എന്ന് പറയുന്ന MX type of halides എന്ന് പറയും ഇൻ കോമൺ. അപ്പൊ അതില് മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, പോസിറ്റീവ് ആണ്. ആൻഡ് ഓൾ ഹാലൈഡ്സ് MCl എന്ന് പറഞ്ഞാല് M denotes alkali metals. അപ്പൊ ക്ലോറൈഡ് അല്ലെങ്കിൽ ജനറലി നമുക്ക് പറയാം ക്ലോറൈഡിന് എന്തായിരിക്കും, നെഗറ്റീവ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. Why? Because it is feasible to form the compounds MCl from elements. Thermodynamically feasible ആണ്. അപ്പൊ എന്താണ്, നെഗറ്റീവ് എൻതാൽപ്പീസ് ആണ് ഉണ്ടാവുക. Why it is having negative enthalpies? Negative enthalpies ഉണ്ടായാൽ ഇപ്പം ഡെൽറ്റ G is equal to delta H minus T delta S ആണ്. ഇപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് ഡെൽറ്റ H അതും ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ we'll get a feasible reaction. That means delta G will be negative for a spontaneous and feasible reaction. Alle, appo this MCl will be having negative enthalpy of formation. Adu just padichukka. Then the most negative enthalpies of formation occur with the fluorides. For a given metal, the values of decrease in the sequence fluoride greater than chloride greater than bromide greater than iodide. Appo fluoride aanendu stable ആയിട്ടുള്ളത്, iodides least stable ആണ്. Okay, enthalpy of formation for the chlorides, bromides, iodides become more negative on descending the group. This trend ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ച് പഠിക്കുക, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അപ്പൊ ഏകദേശം റെഡി ആവും. അപ്പം എന്താണ്, പെട്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ടത് വെറുതെ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചാല് വലിയ കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ക്വസ്റ്റ്യൻസ് പഠിക്കാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാലൈറ്റ്സ് ഒക്കെ എന്താണ്, അയണിക് ഇൻ നേച്ചർ ആണ്. അതെന്തുകൊണ്ടാൽ ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാര്യങ്ങളാണൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ ഹാലൈറ്റ്സിൽ തന്നെ ലിഥിയം ക്ലോറൈഡ് എന്താണ്, കോവാലന്റ് ഇൻ നേച്ചർ ആണ്. That is an anomalous property. Why it is covalent in nature? Due to the polarization of chloride by small ion. Small ion means lithium വളരെ ചെറുതാണ്. അപ്പൊ ആ വളരെ ചെറുതായ ലിഥിയം ക്ലോറൈഡുമായി അപ്രോച്ച് ചെയ്യുമ്പോൾ there will be a polarization. Hence MgCl is covalent in nature. All other halides, all other compounds of alkali metals are ionic in nature. Okay. പിന്നെ potassium ഉപയോഗിക്കും, cesium എടുക്കുകയാണെങ്കിൽ അതിന്റെ halides വീണ്ടും halogens-ആയിട്ട് react ചെയ്ത് it will form polyhalide compounds. Okay. Iനി we are moving on to oxides, peroxides, hydroxides and superoxides. അപ്പം നമുക്കറിയാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ either we get oxides, superoxides or peroxide. അപ്പൊ ലിഥിയത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലിഥിയം എന്താണ് ഫോം ചെയ്യുന്നത്, ലിഥിയം ആദ്യം മോണോക്സൈഡ് ഫോം ചെയ്യും ആൻഡ് സം amount of peroxide also. Okay, മോണോക്സൈഡ്, പെറോക്സൈഡ്, സൂപ്പറോക്സൈഡ്, അത് നമ്മുടെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ Li2O നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 2 ആണ്, 2 മൈനസ് ആണ്. പക്ഷേ നമ്മൾ പെറോക്സൈഡ് എടുത്ത് വരുമ്പോൾ പെറോക്സൈഡിന് ഓക്സിജന്റെ ചാർജ് -1 ആയിരിക്കും. ആൻഡ് സൂപ്പർ ഓക്സൈഡ് വിൽ ബി ഹാവിംഗ് O2 മൈനസ്. ഓക്കെ, ആദ്യം O2 2 ആയിരുന്നു, പിന്നെ O2 മൈനസ് ആയിരുന്നു, പിന്നെ O2 2 മൈനസിലാണ് ഇതിന്റെ പെറോക്സൈഡ്, O2 മൈനസ് ആണ് ഇതിന്റെ സൂപ്പർ ഓക്സൈഡ്. ലിഥിയം എന്താണ് ഫോം ചെയ്യുന്നത്, ലിഥിയം നോർമൽ ഓക്സൈഡ് ഫോം ചെയ്യും, ഓർ മോണോക്സൈഡ് സിംപ്ലി ഇറ്റ് ഫോം മോണോക്സൈഡ് ആൻഡ് സം amount ഓഫ് പെറോക്സൈഡ് ഓൾസോ. സോഡിയത്തിന്റെ കേസിലാണെങ്കിലും സോഡിയം പെറോക്സൈഡും ഫോം ചെയ്യും, സോഡിയം ലിറ്റിൽ അമൗണ്ട്സ് ഓഫ് സൂപ്പർ ഓക്സൈഡും ഫോം ചെയ്യും. ബട്ട് ഹെവിയർ മെറ്റൽസ് ഓർ ഹെവിയർ എലിമെന്റ്സ് വിൽ ഫോം സൂപ്പർ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ലിഥിയം സൂപ്പർ ഓക്സൈഡും പെറോക്സൈഡും മോണോക്സൈഡും ആണ് ഫോം ചെയ്യുക. And sodium will be forming peroxide and superoxide. All other metals will be forming superoxides. Okay.
പിന്നെ ലിഥിയത്തിന്റെ വേറൊരു അനോമലസ് പ്രോപ്പർട്ടിയാണ് എന്ത്, ലിഥിയം എന്താണ് നൈട്രജനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഫോം വാട്ട്, lithium nitride, that is Li3n, and this Li3n is used for the preparation of hydroxide. പിന്നെ അതേപോലെ തന്നെ എന്താണ് ലിഥിയം ഐസൊലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഈ ഒരു ടെക്നിക്കാണ് എടുക്കുന്നത്. ഇത് ലിഥിയത്തിന്റെ കേസിൽ മാത്രമാണ് Li3n കണ്ടുവന്നിട്ടുള്ളത്. Okay, lithium is the only element in the group that reacts with dinitrogen to form nitride. Lithium nitride Li3n is ionic in nature and is ruby red. Two reactions of the nitride is of interest. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, മോണോക്സൈഡ്സ്. പിന്നെ നമുക്കറിയാം എന്താണ് നമ്മള് ഇതൊക്കെ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാല് കൂടുതൽ പല എക്സാമിനും ഇങ്ങനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ജാം ആയാലും CSIR നെറ്റ് ആയാലും അങ്ങനത്തെ എന്ത് എക്സാം ആണെങ്കിലും ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു കോമൺ ഏരിയ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി വി ആർ മൂവിങ് ഓൺ ടു മോണോക്സൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് അയണിക് ഇൻ നേച്ചർ ഡ്യൂ ടു ലാർജ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് alkaline metal or corresponding alkaline metals. Then metal oxides are usually basic in nature. When metal oxides water react to form what, hydroxides. Okay, well, lithium lithium oxide, that is Li2O, reacts with water to form what, LiOH. അതേപോലെ തന്നെ സോഡിയം വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം വാട്ട്, കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് അല്ലെ. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും NaCl structure, rock salt structure, then zinc blend structure, fluoride structure, anti-fluoride structure, അങ്ങനെ പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മോണോക്സൈഡ്സ് Li2O, Na2O2, Na2O, K2O and Rb2O are anti-fluoride structure. ആന്റി-ഫ്ലൂറൈഡ് സ്ട്രക്ചറിന്റെ കറക്റ്റ് ഡയമെൻഷനും കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ എന്നാലും എന്താണ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ആന്റി-ഫ്ലൂറൈഡ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മൈൻഡ് അപ്പ് ആവും. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ഹൈഡ്രോക്സൈഡ്സ്. ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, Li അല്ലെങ്കിൽ OH ബോണ്ട് വരുന്നതാണ് എന്ത്, ഹൈഡ്രോക്സൈഡ്സ്. അപ്പൊ മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ, എന്താണ് മെറ്റൽ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് നടക്കും, ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, മെറ്റലും ഹൈഡ്രജനും H2O ആയിട്ട് react ചെയ്യുമ്പോൾ it forms hydroxides, and this will be having an increasing tendency in liberating hydrogen, increasing tendency to liberate hydrogen. അപ്പോൾ നമ്മൾ എന്ത് ഇലക്ട്രോളിസിസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും ഹൈഡ്രജൻ ലിബറേറ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളത് ഇപ്പൊ ഏതൊരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലിഥിയം ഇസ് ജെന്റിൽ, ലിഥിയം ഭയങ്കര ജെന്റിൽ ആണ്, ജെന്റിൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആൻഡ് സോഡിയം വിൽ ആക്ട് വെരി വിഗറസ്ലി, പൊട്ടാസ്യം വിഗറസ്ലി വിത്ത് ഇഗ്നീഷൻ, ആൻഡ് റുബീഡിയം എക്സ്പ്ലോസീവ്ലി, സീഷ്യം ഓൾസോ എക്സ്പ്ലോസീവ്ലി. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ റുബീഡിയത്തിനും സീഷ്യത്തിനും ഉണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് water is both with water, or the character of the reaction of rubidium and cesium with water is that both metals are denser than water. Okay, വെള്ളത്തിനെക്കാട്ടും സാന്ദ്രത കൂടിയതാണ് എന്ത്, ഇത്. അപ്പൊ sink below the surface, these two metals sink below the surface and sudden ignition of the hydrogen scatters the water violently. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൗൺ ദി ഗ്രൂപ്പ് എന്താ ആവുന്നത്, ഫസ്റ്റ് കുറയുന്നു, വീണ്ടും കുറയുന്നു, സീഷ്യം എത്തുമ്പോൾ അത് വീണ്ടും കൂടുന്നു അല്ലെ. ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഫോർ ലിഥിയം. ഈ ആൽക്കലി മെറ്റൽസ് പഠിക്കുകയാണെങ്കിൽ മുഴുവൻ ലിഥിയം ആയിരിക്കും. ആൽക്കലി എർത്ത് മെറ്റൽസ് പഠിക്കുമ്പോൾ ഫുൾ എന്തായിരിക്കും, ആൽക്കലി എർത്ത് മെറ്റൽസ് പഠിക്കുമ്പോൾ ബെറിലി ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഏതൊരു ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സിലും എന്തുണ്ടാവും, ഏതൊരു ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സിലും ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അതിപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അത് ബെറിലി ആവും, അങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് വി ആർ കണക്ടിങ് ഇറ്റ് വിത്ത് തെർമോഡൈനാമിക്സ്. delta G നമുക്കറിയാം, delta G is minus NFE, where E is the electrode potential
ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. അപ്പം ലിത്തിയത്തിന് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്രീ എനർജി ബിക്കം പോസിറ്റീവ്. So the reaction does not occur. ലിത്തിയത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ whereas reverse reaction Li plus Li giving Li plus plus electron has negative delta G values. That is delta G negative ആണെങ്കിൽ മാത്രമാണ് എന്ത് this is going to be spontaneous or the reaction is going to be feasible. Okay. അപ്പം നോക്കുകയാണെങ്കിൽ we can see lithium is having more electronegative standard electrode potential. Standard electrode potential എന്ന് പറഞ്ഞാൽ യൂണിപോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം അല്ലെങ്കിൽ യൂണിപോസിറ്റീവ് ആയിട്ടുള്ള ഒരു അയോൺ എം ആവുന്ന അല്ലെങ്കിൽ ആറ്റമിക് സ്റ്റേറ്റിലേക്ക് ആവുന്ന ഒരു ഇതിനാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ പോസിറ്റീവ് യൂണിപോസിറ്റീവ് അയോൺസ് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് അത് മെറ്റൽ ആറ്റം ആവുന്ന ഒരു റിയാക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ Li ലിഥിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ Li പ്ലസ് ടു Li plus receives one electron or gain one electron to form lithium atom. അപ്പൊ ആ ഒരു എന്താണ് ആ ഒരു കേസാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലിഥിയം ഇസ് ഹാവിങ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. ഇപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ആണ് നോക്കുന്നത്. നമ്മൾ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം -2.93 എന്ന് പറഞ്ഞാൽ -3നേക്കാട്ടും കൂടുതലാണ്. നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വി ആർ ജസ്റ്റ് കൺസിഡറിങ് ഹൈലി നെഗറ്റീവ് വാല്യൂ. അപ്പൊ നെഗറ്റീവ് വാല്യൂ ഏതിനാണ് കൂടുതൽ? ലിഥിയത്തിനാണ് കൂടുതൽ. അപ്പം നെഗറ്റീവ് വാല്യൂ കൂടുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂ എന്തുകൊണ്ടാണ് കൂടുന്നത് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ലിഥിയം. നമ്മൾ ഹൈഡ്രേഷൻ പഠിക്കുമ്പോൾ അടുത്ത സ്ലൈഡിൽ കുറച്ച് 2-3 സ്ലൈഡ് കഴിഞ്ഞ് നമ്മൾ പഠിക്കും ഹൈഡ്രേഷൻ. എന്തുകൊണ്ടാണ് ലിഥിയത്തിന് കൂടുതൽ ഹൈഡ്രേഷൻ എനർജി എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, കാരണം എന്താ? ലിഥിയം സ്മോളർ അയോൺ ആണ്, അല്ലെങ്കിൽ Li പ്ലസ് സ്മോളർ അയോൺ ആണ്, അല്ലെങ്കിൽ ലിഥിയം ആറ്റം സ്മോളർ ആണ്. ബാക്കിയുള്ള എല്ലാത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ലിഥിയത്തിന് ലാർജ് ഹൈഡ്രേഷൻ എനർജി ഉള്ളത്. അപ്പൊ ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വരാനുള്ള കാരണം ലാർജ് ഹൈഡ്രേഷൻ എനർജി കാരണം. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ലിഥിയം ചേഞ്ച് ഇൻ ഫ്രീ എനർജി ബിക്കംസ് പോസിറ്റീവ്. കാരണം എന്തുകൊണ്ടാണ്? വി നോ ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു -NFE സെൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ ജിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ റിയാക്ഷൻ നടക്കത്തില്ല. പക്ഷെ റിവേഴ്സ് റിയാക്ഷൻ എടുക്കുക. റിവേഴ്സ് റിയാക്ഷൻ ആണെങ്കിൽ എന്താ വരിക? റിവേഴ്സ് റിയാക്ഷൻ ആണെങ്കിൽ ഈ നെഗറ്റീവ് സൈൻ അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബിക്കം പോസിറ്റീവ്. സോ ഡെൽറ്റ ജി വിൽ ബിക്കം നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഡെൽറ്റ ജി ഉണ്ടെങ്കിൽ എന്താണ്? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ റിയാക്ഷൻ ഇസ് ഫീസിബിൾ ഓർ റിയാക്ഷൻ ഹാപ്പൻസ്. അപ്പൊ അങ്ങനെ LiOH നടക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് വോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലിഥിയം ഹൈഡ്രോക്സൈഡ്സ് റിയാക്ട് ചെയ്താൽ വി ഗെറ്റ് വോട്ട്? ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ലിബറേറ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള നെയിംസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു പേരാണ് കോസ്റ്റിക് സോഡ. ദെൻ കോസ്റ്റിക് പൊട്ടാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? KOH. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ പറഞ്ഞു തന്നെ എന്തിനാണ്? ഹൈഡ്രോക്സൈഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് പറഞ്ഞത്. ഇനി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഇത് തന്നെ ഹൈഡ്രോക്സൈഡിന് തന്നെ കുറച്ച് റിയാക്ഷൻസ് ആണ് കൊടുത്തത്. റിയാക്ഷൻസ് ഒക്കെ എല്ലാം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് കണ്ടാൽ ഇതാണ് പ്രൊഡക്റ്റ്, ഇതാണ് റിയാക്ടൻസ് എന്ന്. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് കാർബണേറ്റ് എന്നുള്ള ഒരു ഐഡിയ വന്നാൽ മതി. അല്ലെങ്കിൽ NaOH H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ ആണ് കിട്ടുക. സോറി, നമ്മളിപ്പം NaOH മെറ്റലും വാട്ടറും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് ലിഥിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ആണ് കിട്ടുക. അങ്ങനെ പ്രോഡക്ട്സ് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് സ്റ്റോക്കിയോമെട്രി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ ഇപ്പം NaOH ഉം HCl ഉം അതെന്താണ്? ബേസും ആസിഡും ആണ്. ബേസും ആസിഡും ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സോൾട്ട് ആണ് കിട്ടുക. സോൾട്ട് ആൻഡ് വാട്ടർ ആണ് കിട്ടുക. ദാറ്റ് ഈസ് ബേസിക്കലി എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് കിട്ടും. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബണേറ്റ് കിട്ടും. ഓക്കെ, കാർബണേറ്റ് കിട്ടിയാൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു എന്താണ്?
കാർബണേറ്റും കിട്ടും വാട്ടറും കിട്ടും. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനെ പ്രോഡക്ട്സ് ഏതാന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നൗ NaOH ഉം NH4Cl ഉം. NaOH എന്താണ്? ബേസ് ആണ്. NH4Cl is again a base. അപ്പം NH4 അയോൺ ഉണ്ടാവും. ആ NH4 അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് റിയാക്ട് ചെയ്യുക? എന്താണ് NH4Cl എന്താണ്? വീക്ക് ബേസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അമോണിയ കിട്ടും. അമോണിയ കിട്ടും എന്നുള്ളത് ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിച്ചാൽ NaOH + NH4Cl കുറെ പ്രോഡക്ട്സ് കൊടുക്കും. കുറെ പ്രോഡക്ട്സ് കൊടുത്ത് ചിലപ്പോൾ അതിൽ അമൈഡ് ഉണ്ടാവും, അമോണിയ ഉണ്ടാവും, പിന്നെ അങ്ങനെ കുറെ ഓപ്ഷൻസ് തരും. അതിൽ അമോണിയ ആണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. അല്ലാണ്ട് റിയാക്ഷൻസ് അങ്ങനെ പഠിച്ച് പോവണ്ട. ദെൻ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ NaOH H2S ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ we get Na2S. ഓക്കെ, അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് മെർക്യാപ്റ്റൻസ് ഫ്രം പെട്രോളിയം പ്രോഡക്ട്സ്. മെർക്യാപ്റ്റൻസ് എന്താണ്? നമ്മൾ LPGയിലൊക്കെ ലീക്കേജ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് മെർക്യാപ്റ്റൻ. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷൻ ആണിത്. ദെൻ ഹൈഡ്രോക്സൈഡ്സ് എന്താണ്? ആൽക്കഹോൾസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൽക്കോക്സൈഡ് കിട്ടും. ദിസ് ഇസ് സിമിലർ ടു വാട്ട്? ആൽക്കഹോൾസ് KOH ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. പക്ഷെ മറ്റേത് നോക്കുകയാണെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ബട്ട് ദിസ് ഇസ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇത് നോക്കുക. ഈ സ്ലൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ചാൻസ് ഉണ്ട്. ഇത് ഞാനിപ്പോ എടുക്കുന്നത് ജാം ലെവൽ ആയതുകൊണ്ടാണ് കുറെ ഇതിനെ കുറിച്ച് പറയുന്നത്. CUET ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇത് അത്ര അധികം ഡീപ്പായിട്ടൊന്നും ചോദിക്കൂല. ജസ്റ്റ് ഒരു പെരിഫറിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, CUETയും ജാമിയ അലിഗഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെരിഫറിന്നേ ചോദിക്കുള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കൂല. പിന്നെ ഈ കഴിഞ്ഞ സ്ലൈഡിൽ കൊടുത്തതൊക്കെ അധികം ജാം ഓറിയന്റഡ് ആണ്. ഇനി മൂവിങ് ഓൺ ടു പെറോക്സൈഡ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഹൈഡ്രോക്സൈഡ്സ് ആണ്. പെറോക്സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ്? O ലിങ്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ O2 മൈനസ് എന്നുള്ള ഒരു സംഭവമായിരിക്കും വരിക. സോ പെറോക്സൈഡ് എന്താണ്? നമ്മൾ മറ്റേ കെമിക്കൽ ബോണ്ടിങ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെറോക്സൈഡ്സ് ആർ ഡയാമാഗ്നറ്റിക്. ദെൻ ഇറ്റ് ഈസ് ഹൈലി ഓക്സിഡൈസിങ് ഏജന്റ്സ്. ഇപ്പൊ നമ്മൾ പെറോക്സൈഡ് പറയുമ്പോൾ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് പറയും. ഇനി അടുത്ത കുറച്ച് സ്ലൈഡ് നമ്മൾ എന്ത് പഠിക്കും? ഹൈഡ്രേറ്റ്സ് പഠിക്കും. ഹൈഡ്രേറ്റ്സ് അവിടെ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ് എന്ത്? പെറോക്സൈഡ്സ്. അപ്പൊ പെറോക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ഹൈഡ്രോക്സൈഡ് കിട്ടും. Okay, the industrial process for forming sodium peroxide is a two-stage process. ആ two-stage process ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആദ്യം എന്താക്കും? സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് we get sodium peroxide. Then sodium peroxide react with oxygen, sorry, not water, oxygen to form superoxide. Okay, ഇനി നമ്മള് ജസ്റ്റ് ബോണ്ടിങ്ങിലേക്ക് വീണ്ടും പോവാണ്. കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് പോവാണ്. മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം നോക്കുകയാണ്. മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ we get bond order. പെറോക്സൈഡ് അയോണിന് ബോണ്ട് ഓർഡർ എത്രയാണ്? 1 ആണ്. പക്ഷെ പെറോക്സൈഡിന്റെ എന്താണ്? ഇതെന്താണ്? 1 ആണ്. ഓക്കെ, പെറോക്സൈഡിൻ്റെത് 1 ആണ്. പക്ഷെ when it comes to peroxide, unipositive peroxide ion, we get what? 1.5. അപ്പൊ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം അവിടെ ബോണ്ട് ഓർഡർ എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ബോണ്ട് ഓർഡർ കൂടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ദി ഇലക്ട്രോൺ ഇസ് ഗോയിങ് ഫ്രം ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ. ആന്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റലിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് എന്ത് കൂടുന്നത്? ബോണ്ട് ഓർഡർ കൂടുന്നത്. അപ്പൊ പെറോക്സൈഡിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ what we get the bond will be very stronger. Bond order കൂടുക എന്ന് പറയുമ്പോൾ എന്താ? ബോണ്ട് സ്ട്രോങ്ങർ ആയിരിക്കും. സോ പെറോക്സൈഡ് അയോൺ will be peroxide ion, the unipositive peroxides will be much more stronger than peroxide. Okay, ഇനി മൂവിങ് ഓൺ ടു സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ഒരു കമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഹൈഡ്രജൻ കാർബണേറ്റ്. ഓക്കെ, ബൈകാർബണേറ്റ് HCO3 മൈനസ് എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ് അയോൺ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സോഡിയം ബൈകാർബണേറ്റ്. അത് എന്താണ്? ഇൻഡസ്ട്രിയലി വെരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ്ലി
പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കോമൺലി നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ബേക്കിംഗ് പൗഡറിൽ മെയിൻ ആയിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ്, മെയിൻ ആയിട്ടുള്ള ഒരു കമ്പൗണ്ട് ആണ് എന്ത്? ബേക്കിംഗ് സോഡ പ്ലസ് CaH2PO4 ട്വൈസ് ആൻഡ് സ്റ്റാർച്ച് ആണ് ബേക്കിംഗ് പൗഡർ. പിന്നെ എന്താണ് ഈ കാൽഷ്യം H2PO4 twice is acidic. അപ്പൊ when moistened it reacts with what? NaHCO3. NaHCO3 is slightly basic. Okay, അപ്പൊ അത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് we get another product or CO2 ഉണ്ടാവും. ഓക്കെ, CO2 ഉള്ളതുകൊണ്ടാണ് CO2ന്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബബിൾസ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? CO2ന്റെ ഫോർമേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം NaHCO3 ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? CO2 കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ബേക്കിംഗ് സോഡയിൽ അത് മെയിൻ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വി ആർ മൂവിങ് ഓൺ ടു ഹാലൈറ്റ്സ് ആൻഡ് പോളിഹാലൈറ്റ്സ്. ഹാലൈറ്റ്സിനെ കുറിച്ച് കുറച്ചും കൂടെ ആദ്യം പറഞ്ഞതാണ്, പോളിഹാലൈറ്റ്സും പറഞ്ഞിട്ടുണ്ട്. NaCl എന്താണ്? കോർഡിനേഷൻ നമ്പർ 6 ആണ് NaCl. ഓക്കെ, all halides adopt NaCl type of structure with coordination number 6 except cesium chloride, cesium bromide and cesium iodide. ഓക്കെ, അതിനെന്തായിരിക്കും? സീഷ്യം ക്ലോറൈഡിന്റെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, ആ എക്സെപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഹൈഡ്രേറ്റ്സ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓക്സൈഡ്സ് പഠിച്ചു. ഓക്സൈഡ്സിൽ തന്നെ മോണോക്സൈഡ്സ് പഠിച്ചു, പെറോക്സൈഡ് പഠിച്ചു, സൂപ്പർ ഓക്സൈഡ്സ് പഠിച്ചു. then we went to ഹൈഡ്രോക്സൈഡ്സിനെ കുറിച്ച് പഠിച്ചു. then ഹൈഡ്രോക്സൈഡിൽ തന്നെ ഹൈഡ്രോക്സൈഡ്സിന്റെ കുറെ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. അവിടെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇനി മൂവിങ് ഓൺ ടു ഹൈഡ്രേറ്റ്സ് എന്താണ്? H- അയോൺ ഉള്ള കമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രേറ്റ്സ്. ഓക്കെ, ഹിയർ ഹൈഡ്രജൻ ഇസ് ഇൻ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈഡ്രജൻ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഹിയർ ഹൈഡ്രജൻ ഇസ് ഇൻ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, then LiH plus H2O giving what? LiOH plus H2. ഇപ്പൊ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, എന്താണ്? ദെൻ നമ്മള് ഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ സിമ്പിൾ ഹൈഡ്രേറ്റ്സ് ഉണ്ട്, കോംപ്ലക്സ് ഹൈഡ്രേറ്റ്സ് ഉണ്ട്. സിമ്പിൾ ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് NH എന്നുള്ള ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താണ്? സിമ്പിൾ ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോംപ്ലക്സ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ LiAlH4 എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഹൈഡ്രേറ്റ് ആണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ LiAlH4 is very strong reducing agent. കാർബണൈലിനെ ആൽക്കഹോൾ ആക്കാനുള്ള മെയിൻ റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്ത്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, വിച്ച് ഇസ് ലീസ്റ്റ് സ്റ്റീരിയോ സെലക്റ്റീവ് അല്ലാത്തൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. പക്ഷെ സോഡിയം ബോറോഹൈഡ്രൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് ഇസ് വെരി സ്റ്റീരിയോ സെലക്റ്റീവ്. ഇപ്പം സ്റ്റീരിയോ സെലക്ടിവിറ്റി ഒക്കെ നിങ്ങൾ എന്തിൽ പഠിക്കും? ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രി കണ്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് പറയാണ്, കാർബണിൽസിന് ആൽക്കഹോൾ C ഡബിൾ ബോണ്ട് ഓനെ റെഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് COH ആക്കുന്ന ഒരു മെയിൻ റെഡ്യൂസിങ് ഏജന്റ് ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. പിന്നെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ അയണിക് ഇൻ നേച്ചർ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ഇസ് അയണിക് ഇൻ നേച്ചർ. ദെൻ AlH4- അയോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇനി കുറച്ച് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എന്താണ്? ഡൈബോറൈന്റെ ഫോർമേഷൻ, ഫോസ്ഫീൻ, സിലെയിൻ, ഇതൊക്കെ എന്താണ്? ഇനോർഗാനിക് പോളിമേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഡൈബോറൈനെ കുറിച്ചും ഫോസ്ഫീന്, സിലെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ക്ലാസ്സിൽ പഠിക്കും. അപ്പോ ഫെമിലറൈസ് ആവാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയലും ഈ ഒരു ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചതാണ്. ഓക്കെ, now sodium tetra hydroborate അല്ലെങ്കിൽ NaBH4 sodium borohydride. ഓക്കെ, അത് വേറൊരു കോംപ്ലക്സ് ഹൈഡ്രൈഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ അയോണിക്. പിന്നെ BH4- എന്താണ്? ടെട്രാഹൈഡ്രൽ ആണ്. ഇതേപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മറ്റേത് AlCl3 വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ BOCH3 ത്രൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ദെൻ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ലിഥിയം ഹൈഡ്രൈഡ് നോക്കുകയാണെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ്
ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് നോക്കുകയാണെങ്കിൽ ഡൗൺ ദി ഗ്രൂപ്പ് തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. വൈ? ബിക്കോസ് ബേസിക് ക്യാരക്ടർ കൂടുന്നതുകൊണ്ടാണ് തെർമൽ സ്റ്റെബിലിറ്റി കുറയുന്നത്. ഓക്കെ, അത് എക്സാമിനിൽ കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങനത്തെ ഓർഡറുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് we are moving on to hydration, or when the alkali metal ions react with water. അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? റിയാക്ഷൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് വാട്ടർ, അതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? ഹൈഡ്രേഷൻ. അപ്പൊ ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അറിയാം Li+ യൂണി പോസിറ്റീവ് അയോൺസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡൗൺ ദി ഗ്രൂപ്പ് എന്താണ്? ഡൗൺ ദി ഗ്രൂപ്പ് അയോണിക് റേഡിയൈ ഇൻക്രീസസ്. പക്ഷേ നമ്മൾ aqueous സൊല്യൂഷനിലാണെങ്കിൽ അവിടെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നടക്കും. ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മളെ ഏതാണോ യൂണിപോസിറ്റീവ് അയോൺസ് ഉള്ളത് അതിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്ന് സറൗണ്ട് ചെയ്യും. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് വന്ന് സറൗണ്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ലിത്തിയം പ്ലസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ Li+ ഇസ് വെരി സ്മോൾ. അപ്പൊ കുറെ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഗെറ്റ് സറൗണ്ടഡ്. വാട്ടർ ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത്. കാരണം ഇത് സ്മോളർ ആണ്, അപ്പൊ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും വാട്ടർ മോളിക്യൂൾസിന്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ബൾക്കി ആവും. aqueous സൊല്യൂഷനിൽ Li+ ഭയങ്കര ബൾക്കി ആവും. പക്ഷെ നമ്മൾ സീഷ്യത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സീഷ്യം കുറച്ചും കൂടെ വലുതാണ്. അപ്പൊ നമ്പർ ഓഫ് H2O മോളിക്യൂൾസ് സറൗണ്ടിങ് Ca+ വിൽ ബി വെരി ലെസ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് ആക്ച്വലി അതിന്റെ അറ്റോമിക് റേഡിയായി നോക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ലിഥിയത്തിനായിരിക്കും അയോണിക് റേഡിയായി കൂടുതൽ ഉണ്ടാവുക ഹൈഡ്രേഷന്റെ സമയത്ത്. ഓക്കെ, അപ്പം ഹൈഡ്രേഷന്റെ സമയത്ത് അത് കൂടിയാൽ ഇറ്റ് ഈസ് വെരി ബൾക്കി. അപ്പം മൊബിലിറ്റി അതുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തടിച്ച ആൾക്കാണോ മെലിഞ്ഞ ആൾക്കാണോ ഓടാൻ സുഖം? മെലിഞ്ഞ ആൾക്കാണോ ഓടാൻ സുഖം. അപ്പൊ ഇപ്പൊ ലിഥിയം നമ്മൾ തടിച്ച ആളായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ലിഥിയത്തിന് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓടൽ എന്നുള്ളത് നമ്മൾ എന്തായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? മൊബിലിറ്റി ആയിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. സോ വിച്ച് വൺ വിൽ ബി ഹാവിംഗ് ഹൈ അയോണിക് മൊബിലിറ്റി? Cesium will be having high ionic mobility and lithium will be having the least. ഹൈഡ്രേഷൻ നടക്കുന്നതുകൊണ്ടാണ്, ഹൈഡ്രേഷൻ നടക്കുമ്പോൾ lithium will become bulky due to the water molecules, due to the accumulation of water molecules. അപ്പൊ അയോണിക് മൊബിലിറ്റിന്റെ കേസാണ് ആ ഓർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ലിഥിയത്തിന് എന്താണ് അതുകൊണ്ട് തന്നെ സ്മോളർ ഹൈഡ്രേഷൻ എനർജി ലിഥിയത്തിന് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലിഥിയം ഹൈഡ്രേറ്റ്സ് ആയിട്ടാണ് നിൽക്കുക. സോൾട്സ് ഒക്കെ അധികം ഹൈഡ്രേറ്റ്സ് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, ഇനി അയോണിക് കണ്ടക്ടൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സിൽ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത്? അത് തമ്മിലുള്ള അയോൺസ് മൂവ് ചെയ്തിട്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മൂവ്മെന്റ് നടക്കും. അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ ഉള്ളിലുള്ള പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് അയോൺസ് തമ്മിലുള്ള ഒരു മോഷൻ ആണ് ഇത് ആക്ച്വലി കണ്ടക്ടൻസ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് അത് മൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് കണ്ടക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അയോണിക് കണ്ടക്ടൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും അയോണിക് കണ്ടക്ടൻസ് കൂടുതൽ? സീഷ്യത്തിനായിരിക്കും. കാരണം എന്താ? സീഷ്യത്തിന് അയോണിക് മൊബിലിറ്റി കൂടുതലാണ്. പക്ഷെ ലിഥിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിഥിയത്തിന് അയോണിക് മൊബിലിറ്റി കുറവാണ്. അപ്പൊ അയോണിക് കണ്ടക്ടൻസും കുറവായിരിക്കും. പിക്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് റിയാക്ഷൻ വിത്ത് ലിക്വിഡ് അമോണിയ ആണ്. ലിക്വിഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നു? അമോണിയേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവും, ദെൻ അമോണിയേറ്റഡ് ഇലക്ട്രോൺസും ഉണ്ടാവും. ഓക്കെ, ആൽക്കലി മെറ്റൽ ഹാലൈറ്റ്സ് പൊതുവെ ലിക്വിഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. ആ ബ്ലൂ കളർ സൊല്യൂഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ബ്ലൂ കളർ കിട്ടുന്നത്. പക്ഷെ ഇതേ സംഭവം തന്നെ കുറെ നേരം അവിടെ സ്റ്റാൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിയാക്ഷൻ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടി നോക്കുകയാണെങ്കിൽ ഈ ഡീപ് ബ്ലൂ കളർ എല്ലാം മാറിയിട്ട് എന്താവും? ഒരു ബ്രോൺസ് കളർ ആവും. ബ്രോൺസ് കളർ ആയി അതിനൊരു ലസ്റ്റർ ഒക്കെ ഉണ്ടാവും, ഒരു തിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു കമ്പൗണ്ടിന്. എന്ത് ചെയ്യുമ്പോൾ? ഐദർ ടൈം കൂടുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഈ സ്റ്റേറ്റ് എന്താണ്? ആദ്യം ഈ ബ്ലൂ കളർ ഉള്ള സ്റ്റേറ്റ് ഉണ്ടല്ലേ, ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് പാരാമാഗ്നറ്റിക്.
പാരാമാഗ്നറ്റിക് ആണ്, ഗുഡ് കണ്ടക്ടർ ആണ് ഒക്കെ നമുക്ക് പറയാം. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പാരാമാഗ്നറ്റിക് ക്യാരക്ടർ കുറയും. ഓർ പാരാമാഗ്നറ്റിക് ക്യാരക്ടർ കുറഞ്ഞിട്ട് ഇറ്റ് ഓൾമോസ്റ്റ് ബിക്കംസ് ഡയാമാഗ്നറ്റ്. ഓക്കെ, ഇറ്റ് വിൽ ബിക്കം ഡയാമാഗ്നറ്റിക്. അപ്പൊ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, M plus NH3 giving M plus NH3 X times plus E means electron bounded to NH3Y. അപ്പൊ എക്സും വൈയും എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് സോൾവേഷൻ ഓഫ് മെറ്റൽ അയോൺ ആൻഡ് ഇലക്ട്രോൺ ആണ് എക്സും വൈയും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് എന്താണ്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് എന്താകും? അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്തിട്ട് ഡൈമർ ഒക്കെ ഫോം ചെയ്യും. അപ്പം അവിടെ ബ്ലൂ കളർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺസ് അവിടെ അസോസിയേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഇലക്ട്രോൺസിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ് ഈ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത്. അതുകൊണ്ടാണ് ബ്ലൂ കളർ എന്താവുന്നത്? ബ്രോൺസ് കളർ ആവുന്നത്. ബ്ലൂ കളർ കിട്ടണമെങ്കിൽ എന്ത് വേണം? അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് വേണം. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് അസോസിയേറ്റ് ചെയ്ത് ഇറ്റ് വിൽ ഫോം എ ഡൈമർ. അപ്പൊ ഇലക്ട്രോൺസ് ഇല്ല അവിടെ, അതുകൊണ്ടാണ് ബ്രോൺസ് കളർ ആവുന്നത്. ഓക്കെ, ഇനിയിപ്പോ കുറെ കൂടുതൽ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ ഈ അമൈഡ്സ് ഫോം ചെയ്യും. ഓക്കെ, ആൽക്കലി മെറ്റൽ അമൈഡ്സ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റ് ആണ് ഈ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇറ്റ് റെഡ്യൂസസ് O2 മൈനസ് O2 ഓക്സിജൻ ടു O2 2 മൈനസ് O2 2 മൈനസ്. ഓക്കെ, 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ആദ്യം O2 മൈനസ് ആക്കും, പിന്നെ എന്താക്കും? O2 2 മൈനസ് ആക്കും. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദി അനോമലസ് പ്രോപ്പർട്ടി ഓഫ് ലിഥിയം. ലിഥിയം ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറെ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞില്ലേ. HCP സ്ട്രക്ചർ ആണ് ഉണ്ടാവുക, കോർഡിനേഷൻ നമ്പർ 12 ആണ് ഉണ്ടാവുക, പിന്നെ സ്മോൾ സൈസ് ആണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ എല്ലാത്തിനെക്കാട്ടും കൂടുതലാണ്. ദെൻ LICL കോവാലന്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിഥിയം മെറ്റൽ ആർ മച്ച് ഹയർ. അത് നോക്കാം, അതൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഹാർഡർ ആണ്. ലിഥിയം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഹാർഡർ ആണ്. പിന്നെ എന്താണ്? ലിഥിയം ഹൈഡ്രോക്സൈഡ് ലെസ് ബേസിക് ആണ് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ലിഥിയം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ലിഥിയം നൈട്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അയോണിക് കാർബൈഡ് ആണ് ഫോം ചെയ്യുന്നത് കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ദെൻ ടെൻഡൻസി ടു ഫോം കോംപ്ലക്സസ് വിത്ത് ഹെവിയർ എലമെന്റ്സ്. പക്ഷെ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും കാണുന്നില്ല. ദെൻ കാർബണേറ്റ്സും ഫോസ്ഫേറ്റ്സും ഫ്ലൂറൈഡ്സും ഒക്കെ എന്താണ്? സ്പാരിംഗ്ലി സോളിബിൾ ആണ്. ദെൻ സോഡിയം ആയിട്ട് മിസിബിൾ ആണ്, പക്ഷെ ബാക്കി എല്ലാ എലിമെന്റ്സും ആയിട്ട് ഇൻവിസിബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അങ്ങനെ കാര്യമായിട്ടൊന്നും ചോദിക്കും. ഇനി ആൽക്കലി മെറ്റൽസ് നമ്മളെ ബോഡിയിൽ കുറെ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ബയോ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ മെയിൻ കാറ്റയോൺ ഏതാണ്? സോഡിയം പ്ലസ് ആൻഡ് പൊട്ടാസ്യം പ്ലസ് ആണ്. പൊട്ടാസ്യം പ്ലസ് ആണ്. അപ്പൊ അത് ഒരു മെയിൻ റോള് എന്താണ് ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു കേസിൽ കാണിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ന്യൂറോൺസിലൊക്കെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. Then potassium is essential to all organisms with the possible exception of blue-green algae. It is major cation for intercellular fluid of animals. Then it is toxic to mammals, but only when injected intravenously.